ശ്രീ പാണ്ഡ്യാല ഷാജി, എനിക്ക് പറ്റിയ പിഴവാണ് ഇതെന്ന്, അതായത് തെരഞ്ഞെടുപ്പിലെ പരാജയം, പിണറായി അങ്ങനെ സ്വയം ഒരു വിലയിരുത്തലിൽ എത്തുമോ? പിണറായിയുടെ ധാർഷ്ട്യം, അഹങ്കാരം, അഹന്ത എന്നിവ അതിന് അദ്ദേഹത്തെ അനുവദിക്കുമോ? മിസ്റ്റർ നമ്പ്യാർ, ഒരു കാരണവശാലും അയാൾ ഇത് അനുവദിക്കുന്ന പ്രശ്നമില്ല. അതുകൊണ്ട് തന്നെ ഇതിനകത്തുള്ള എന്തെങ്കിലും ഒരു അന്വേഷണം 4 ദിവസമോ 40 ദിവസമോ 5 വർഷമോ എടുത്ത് അന്വേഷിച്ചാൽ പോലും ഒരു ഫൈൻഡിങ്സ് എത്താൻ പോകുന്നുമില്ല. അതിന് കാരണം നമ്പ്യാർ തന്നെ ചൂണ്ടിക്കാണിച്ച അയാൾ തന്നെ മാറണ മുതലാണ്. അയാൾക്ക് മാറുക സാധ്യമല്ല. മാറുക അസാധ്യം മാറ്റമെന്ന് പറയുന്നത് ഒഴികെ ബാക്കി എല്ലാം തന്നെ മാറ്റത്തിന് വിധേയമാണ് എന്ന മാർക്സിസത്തിൻ്റെ അടിസ്ഥാന ശിലയിൽ നിന്നുകൊണ്ട് ഒരിക്കൽ പോലും മാറാൻ കൂട്ടാക്കാത്ത തൻ്റെ അന്ധബോധ്യങ്ങളെയും തൻ്റെ അധമബോധ്യങ്ങളെയും തൻ്റെ സമസ്ത വൃത്തികേടുകളെയും ജനങ്ങളുടെ മേൽ നിർബാധം അടിച്ചേൽപ്പിക്കുന്നതിന് ഒരു ഉന്മാദിയെ പോലെ ആനന്ദം കണ്ടെത്തിയതിന് കിട്ടിയിരിക്കുന്ന അതിമനോഹരവും അതിമധുരതരവുമായ ഒരു ജനതയുടെ പ്രതികാരമാണ് വാസ്തവത്തിൽ ഈ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ വളരെ ഭംഗിയായി അനുഭവിക്കേണ്ടി വന്നത്. ഇത് അനുഭവിക്കേണ്ടി വന്നപ്പോൾ ഏതാണ്ട് ഒരു എന്താ പറയുക, തെരഞ്ഞെടുപ്പ് റിസൾട്ട് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആളുകൾ, ഇടതുപക്ഷവുമായി ബന്ധമുള്ളവർ പലരും അസ്തപ്രത്തരായി നിൽക്കുന്ന സമയത്ത് പോലും പലരും ഇത് തിരുത്തേണ്ടതുണ്ട് എന്ന് പറഞ്ഞപ്പോഴും മണിക്കൂറുകൾ എത്രയോ വൈകിയതിനു ശേഷമാണ് ഇയാൾ നടത്തിയിരിക്കുന്ന ഒരു പരാമർശമുണ്ട്. ഇയാൾ നടത്തിയ പരാമർശം ജനങ്ങളെ ഞങ്ങൾ തെറ്റ് ബോധ്യപ്പെടുത്തുമെന്നാണ്. ജനങ്ങളെ തെറ്റ് ബോധ്യപ്പെടുത്തുമെന്ന് പറയുന്ന ഒരു ഭരണാധികാരിയിൽ നിന്ന് നിങ്ങൾ എങ്ങനെയാണ് അയാൾ സ്വയം തിരുത്തുമെന്നുള്ള ഒരു ഫൈൻഡിങ്സിലേക്ക് അല്ലെങ്കിൽ അത്തരം ഒരു നിഗമനത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയുക? അതും അസാധ്യമാണ്. ജനത്തിന് തെറ്റുപറ്റിയെന്നാണ്. ജനത്തിന് തെറ്റുപറ്റിയെന്ന് പറഞ്ഞ അർത്ഥം ഒന്നേ ഉള്ളൂ, ഇയാൾ കാണിച്ചിരിക്കുന്ന സർവ്വ അസംബന്ധങ്ങളും ശരിയായിരുന്നുവെന്ന് ഇയാൾ പരസ്യമായി വീണ്ടും ആവർത്തിക്കുന്നു എന്നതാണ്. ഇന്ന് അതിന്റെ തുടർച്ചയായിട്ടാണ് ഒരു മതമേലധ്യക്ഷനെ ഇയാൾ വിളിച്ചിരിക്കുന്ന പ്രയോഗം. ഇന്ന് ഇതിൽ കണ്ടതാണ്, ടി വിയിലോ മറ്റോ കണ്ടതാണ്, വിവരദോഷി. അപ്പൊ ഇയാൾ ആരാണ് വാസ്തവത്തിൽ? ചോദ്യം, ബേസിക്കായ ചോദ്യം ഇതാണ്. ഈ ഭൂമിയിലുള്ള മുഴുവൻ ആളുകളെയും വിമർശിക്കാൻ, ഈ ഭൂമിയിലുള്ള മുഴുവൻ ആളുകളും വിവരദോഷികളാണെന്ന് പ്രഖ്യാപിക്കാൻ ഇയാൾക്കാരാണ് അധികാരം കൊടുത്തത്? ഇതാണ് ഇതിന്റെ ഫണ്ടമെന്റൽ ആയിരിക്കുന്ന ചോദ്യം. ഈ കേരളത്തിനകത്തെ ഈ പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സമ്പൂർണമായി നിലത്തടിച്ചു വിടാനുണ്ടായ പരമപ്രധാനമായ കാരണങ്ങൾ ഒന്ന് ഇയാളുടെ കള്ളത്തരത്തിന്റെ പരകോടിയിലെത്തിയിരിക്കുന്ന കള്ളത്തരങ്ങൾ, അധാർമിക പ്രവൃത്തികളുടെ എന്താ പറയുക, അതിന്റെ അനന്തതകൾ. അതുമാത്രവുമല്ല, വ്യക്തി കേന്ദ്രീകൃതമായിരിക്കുന്ന പക്ഷപാതിത്വങ്ങളിലേക്ക് മാത്രമുണ്ടായിരിക്കുന്ന നിയമനങ്ങൾ, സഹായ അഭ്യർത്ഥനകൾ, സഹായങ്ങൾ, ഇതെല്ലാം കൂടി കേന്ദ്രീകരിച്ചപ്പോൾ ജനാധിപത്യം എന്ന് പറയുന്ന ഒരു വാക്ക് സ്പർശിക്കാൻ പോലും യോഗ്യതയില്ലാത്ത ഒരു ജനതയായി അല്ലെങ്കിൽ ഒരു ജനവിഭാഗമായി ഒരു കേരളത്തിലെ ജനങ്ങളെ ഇയാളുടെ അഹങ്കാരം കൊണ്ട് മാറ്റി തീർക്കുകയായിരുന്നു. ഈ മാറ്റി തീർത്തതിന് കിട്ടിയിരിക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു എന്താ പറയുക, ഒരു തെരഞ്ഞെടുപ്പ് ജനത്തിന്റെ പരീക്ഷണമാണ് ഇദ്ദേഹം അനുഭവിച്ചത്. രണ്ടാമത്തെ വിഷയം, ഇവർക്ക് ഇതെങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? സാധ്യമല്ലാത്തതിന് ഒന്നാമത്തെ ഘടകം എന്താണെന്നറിയോ? തെരഞ്ഞെടുപ്പിൽ ഇവർക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടി ന്യൂനപക്ഷത്തെ ഇദ്ദേഹം ഇത്രയും കാലം കബളിപ്പിക്കുകയായിരുന്നു. സമ്പൂർണമായി കബളിപ്പിക്കുകയാണ്. ന്യൂനപക്ഷത്തിന്റെ സംരക്ഷകരാണെന്ന് പറയുക. ഈ കേരളത്തിനകത്ത് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ കേരളത്തിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ പേരിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, CPIM എവിടെയാണ് BJPക്കെതിരായും RSSനെതിരായും ഈ കേരളത്തിൽ ഇവർ നടത്തിയിരിക്കുന്ന സമരത്തിന്റെ പേര് പറയാമോ നിങ്ങൾക്ക്? ഐ ചാലഞ്ച് ഹിം. ഒരു സമരവും നടത്തിയിട്ടുള്ള മുഴുവൻ സമരവും ആർക്കെതിരായിട്ടാണ്? കോൺഗ്രസിനെതിരായിട്ടാണ് നടത്തിയത്. കോൺഗ്രസിനെതിരെ സമരം നടത്തി അതിന്റെ മുകളിൽ നടക്കുന്ന പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കി. അതിന്റെ ഏറ്റവും അസംബന്ധമായ അധ്യായമായിരുന്നു സോളാർ സമരത്തിന്റെ പേരിൽ ഉമ്മൻചാണ്ടിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്ന ഏറ്റവും വൃത്തികെട്ടിരിക്കുന്ന ആഭാസകരമായിരിക്കുന്ന സമരം. ഇതല്ലാതെ ഈ കേരളത്തിലെ പരിവാറിനെതിരായി അല്ലെങ്കിൽ അതിന്റെ രാഷ്ട്രീയത്തിനെതിരായി പറയാൻ ഇവർക്ക് താല്പര്യമുണ്ടെങ്കിൽ പറഞ്ഞിരിക്കുന്ന ഒരു സമരത്തിന്റെ പേര് പറയാമോ നിങ്ങൾക്ക്? ഒന്നും പറഞ്ഞില്ല എന്ന് മാത്രമല്ല, എന്നിട്ട് ഈ മതന്യൂനപക്ഷ ജനവിഭാഗത്തിന്റെ സംരക്ഷകർ തങ്ങൾ മാത്രമാണ് എന്ന് പൊതുജനങ്ങളെ ധരിപ്പിക്കുകയോ അല്ലെങ്കിൽ അവരെ ധരിപ്പിക്കാൻ അവരുടെ മതത്തിനകത്തെ പ്രധാനപ്പെട്ടിരിക്കുന്ന ആളുകളെ മുഴുവൻ എന്ത് ചെയ്തു? അവരെ സ്വാധീനിച്ചു. ഈ സ്വാധീനിക്കുന്നതിനകത്ത് പൗരോഹിത്യത്തെ എതിർക്കുന്ന ഒരു മതം എന്ന പേരിൽ വ്യാഖ്യാനിക്കപ്പെടുകയും പൗരോഹിത്യത്തെ എതിർക്കാൻ എന്ന പേരിൽ അത് വിപുലീകരിക്കപ്പെടുകയും ചെയ്തുവെങ്കിൽ പോലും പൗരോഹിത്യം അതിനകത്തെ പ്രധാനപ്പെട്ട ഘടകമായി വളർന്നു വന്നിട്ടുണ്ട് എന്ന വളരെ സക്രിയമായിരിക്കുന്ന വിമർശനങ്ങൾ നിലനിൽക്കവേ തന്നെ അതിനകത്ത് ഇവരെ മാത്രം സ്വാധീനിക്കുകയാണ് ചെയ്തത്. അങ്ങനെ
സ്വാധീനിച്ചപ്പോൾ ഇയാൾ എന്തായി തീർന്നു? ഇയാൾ അതിന്റെ ഒരു വലിയ ചാമ്പ്യനായി ആ ജനതയെ മുഴുവൻ ഇയാൾ കബളിപ്പിക്കുകയും പറ്റിക്കുകയാണിത്. അവരെന്തിനായിരുന്നു വാസ്തവത്തിൽ കേരളത്തിൽ സംഘടിച്ചത്? അവർ സംഘടിച്ചത് അവർക്ക് നിഷേധിക്കപ്പെട്ട അവകാശങ്ങൾ ലഭിക്കണമെന്ന് പറഞ്ഞിട്ട് മാത്രമാണ്. അതിനെ ഇവരെന്താക്കി മാറ്റി? അവർ ഇതിനെ വോട്ട് ബാങ്കാക്കി മാറ്റി ഒരു ഭാഗത്ത്. മറുഭാഗത്ത് വരുന്നു ദളിത് പിന്നോക്ക ജനവിഭാഗത്തിന്റെ. ആ ദളിത് പിന്നോക്ക ജനവിഭാഗത്തിനെവരെയും ഇവർ സംഘടിപ്പിച്ചപ്പോൾ ചെയ്തത് എന്താണ്? അതും വോട്ട് ബാങ്കാക്കി മാറ്റുകയാണ് ചെയ്ത്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ജനവിരുദ്ധമായ നിലപാടുകളെടുത്ത് ജനവിരുദ്ധമായ രീതി മാത്രം പ്രയോഗിച്ച് ഇയാളെ പോലെ അടിസ്ഥാനപരമായി മനോരോഗിയായിരിക്കുന്ന ഒരാളെ അധികാര സ്ഥാനത്തിരുത്തിയതിന്റെ ദുരന്തം സത്യത്തിൽ സംഭവിച്ചത് ഏറെ പ്രതീക്ഷകളോടെ ജനം കാണുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ അതിനെ സമ്പൂർണമായ നാശത്തിലേക്ക് അഖിലേന്ത്യാ തലത്തിൽ എത്തിക്കുന്നതിൽ അതിനിർണായകമായ പങ്കുവഹിച്ചയാൾ, പ്രത്യേകിച്ച് കേരളത്തിൽ അതിന്റെ സർവനാശം വരുത്തിയിരിക്കുന്ന ഒരാൾ. ആ ആൾ നന്നാവുമെന്ന് പ്രതീക്ഷിക്കാൻ ഒരു ന്യായവുമില്ല, ഒരു യുക്തിയുമില്ല എന്നാണ് മിസ്റ്റർ നമ്പ്യാർ എനിക്ക് ഇതിന്റെ പ്രാഥമികമായ റൗണ്ടിൽ നിങ്ങളോട് പറയാനുള്ളത്.